ഹായ് എല്ലാവർക്കും അവർ ജേനി ബ്ലോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് നാഗമ്പാട്ടില് മാർക്കോ സിനിമ കാണാൻ പോവാ. എന്താവും എനിക്കറിയില്ല. കാരണം എനിക്കിങ്ങനെ ഭയങ്കര കുത്തിയും കുത്തൊക്കെ ഉള്ള പടം കണ്ടു കഴിഞ്ഞാൽ തലച്ചിട്ടും വിഷമൊക്കെ ഉണ്ടാവും. ഞങ്ങളുടെ രംഗങ്ങൾ വരുമ്പോ കണ്ടടച്ചിരിക്കുക കേട്ടാ. ഓക്കെ. കാരണം അങ്ങനെ കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സിനിമ പോയിട്ട് തലച്ചിട്ട് വീണിട്ടുണ്ട്. അതുകൊണ്ട് എന്താണെന്ന് അറിയില്ല. നമ്മൾ ഓൺലൈനിൽ എടുത്തുകൊണ്ട് നമുക്ക് കറക്റ്റ് സമയത്ത് എത്തിയാൽ മതി. അപ്പൊ 4 മണിയുടെ പടം നാഗമ്പാട്ടിലാണ് കാണാൻ പോകുന്നത്. നാഗമ്പാട്ട് 2 സിനിമ. ബാക്കി വിശേഷം നമുക്ക് അവിടെ നിന്നിട്ട് പറയാം. ഞങ്ങളങ്ങനെ നാഗമ്പാട്ടിനുള്ളിലെത്തി. ഷോർട്ട് ടൈം 4:00 അപ്പോൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പം 5 മിനിറ്റ് ബാക്കിയുണ്ട്. പോയിക്കൊണ്ടിരിക്കുക. വരാഴ്ച എന്താ തിയേറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു കുത്തി തുറക്കാൻ പറ്റി എന്തെങ്കിലുമൊക്കെ വായിച്ചു കൊടുക്കണം. അതില്ലെങ്കിൽ അതൊക്കെ സിനിമ കാണാൻ പറ്റില്ല പറഞ്ഞ എന്തൊക്കെയാ ചോള എന്താ സാധനം കോണ് പോപ്കോൺ അത് മിക്സഡ് ഭക്ഷണം അല്ലേ? ഓക്കെ അവർക്ക് നിർബന്ധം. അതില്ലെങ്കിൽ സിനിമയ്ക്ക് പറ്റില്ല പറഞ്ഞു. ഏത് സിനിമ കാണാൻ പോയാലും വേറെ വെള്ളമൊന്നും വേണ്ട. ഇത് നാഗമ്പാട്ടിൻ്റെ ഉള്ളിൽ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുള്ള ചൈനീസ് കാറാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വരെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പ്രൈസ് വരെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നു. എൻ്റെ വെയിറ്റ് എല്ലാ ഡീറ്റെയിൽസും ഇതിലുണ്ട്. ചൈനീസ് കാറാട്ടോ. എന്താ ഭംഗി. ഞാൻ ഇപ്പോൾ എന്തായാലും ഇവിടുത്തെ വീഡിയോ എടുക്കും, ഷോർട്ട് ഇടാറുണ്ട് ഞാൻ. കാരണം വെറൈറ്റി മോഡൽ വണ്ടികളാണ്. ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ്. മോഡൽ വണ്ടിയില്ലേ, റേഞ്ച് റോവറൊക്കെ മാറി നിൽക്കണം. ഈ അടുത്ത വണ്ടി അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസിലില്ല എന്നുണ്ട്. ഡിസ്പ്ലേ കിട്ടുള്ള വണ്ടിയാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ വണ്ടി ഉണ്ടായിരുന്നില്ല തോന്നുന്നു. പേരൊന്നും വായിക്കാൻ പറ്റണില്ല. ആണ് ഞങ്ങൾ നോ സിനിമയിൽ എത്തിയിട്ടോ. ഇനി നമുക്ക് 10 മിനിറ്റ് ബാക്കിയില്ലേ? 10 മിനിറ്റ് ബാക്കിയില്ലല്ലേ? ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് പിന്നെ ആ പണി കഴിഞ്ഞു. ഇത് ഏതൊരു പടം? ജോൺ, ബേബി ജോൺ. കട്ട വെച്ചിട്ടില്ലേ? പോപ്കോൺ മിക്സ് അല്ലേ? അത് എപ്പോഴും ഇഷ്ടമല്ലേ? ഓക്കെ. ലൈലെന്നാ അവർ പുറത്തേക്ക് പോകുമ്പോൾ ഒന്ന് ലൈലെന്നോ കേട്ടോ. സിനിമ തുടങ്ങണ പിന്നെ കഴിയും ഇല്ലേ? അപ്പൊ തേണ്ടുള്ളി പോലെ കമ്പോൺ. ഇതൊക്കെ നൗ ഷോയിങ് മൂവിയാണ് കേട്ടോ. നമ്മുടെ മൂവി കാണാൻ പോകുന്നത് 4 കേട്ടോ. തിയേറ്റർ ഒരുപാടുണ്ട്. 3, 4 അങ്ങനെ ഒരുപാട് നമ്പറുകളുണ്ട്. തിയേറ്ററുകൾ കുറേ ഉണ്ട്. ഈ സൈഡിൽ നിന്നിട്ട് 2 സൈഡ് ഉണ്ടല്ലേ. ഞങ്ങളുടെ 4 ടൈം 4 തുടങ്ങിയിട്ടില്ല. അതിൻ്റെ ഉള്ളിൽ ക്ലീനിങ് ആണെന്നുണ്ട്. ഇഷ്ടപ്പെട്ടു. പക്ഷെ പകുതി ഭാഗമൊന്നും ഞാനുള്ള കാര്യം പറയാനല്ല. പകുതി ഭാഗം എൻ്റെ അഭിപ്രായം ഞാൻ കണ്ണടച്ചിരുന്നത്. കാരണം എനിക്ക് കുട്ടികളെ ദ്രോഹിക്കുന്നു, സ്ത്രീകളെ ഉപദ്രവിച്ച് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അപ്പോൾ ഞാൻ തലചുറ്റി വീഴും. പക്ഷെ പടം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം വെച്ചാൽ ഫൈറ്റിംഗ് ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം വെച്ചാൽ ഞാൻ ഇതേപോലത്തെ ഒരു ഹോളിവുഡ് മൂവിനെ വെല്ലുന്ന രീതിയിലുള്ള ഫൈറ്റിംഗ് എതിരെ. കാരണം ഇതുപോലത്തെ ഒരു മലയാള പടം കണ്ടിട്ട് അത് സത്യമായിട്ട് പറയാണ്. പക്ഷെ മലയാളികൾ ഫിലിം പ്രൊഡ്യൂസർമാർ ഉണ്ണിമുഖനെ ഹോളിവുഡും ബോളിവുഡും അവർ പൊക്കറ നോക്കുക.
ഉണ്ണിമുത്തൻ്റെ ഒരു തിരിച്ചുവരവ് കേട്ടോ പടം. തൃശ്ശൂർക്കാരുടെ അഭിമാനമാണ്. ആ പടം എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര ഇഷ്ടമായി. ഒരു രക്ഷയില്ലാത്ത പടം തന്നെയാണ്, ഭയങ്കര ഇഷ്ടമായി. ഞാൻ പറഞ്ഞു മനസ്സിന് കട്ടുള്ളവർ പോയിട്ടാണ് ഈ സിനിമ കാണാനിരിക്കുക. കാരണം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് തന്നെ ചില ഭാഗങ്ങൾ ഞാൻ ഇതിൻ്റെ വീഡിയോയിൽ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ വീഡിയോ ഫസ്റ്റ് തന്നെ കാണുമ്പോൾ എനിക്കിതുപോലത്തെ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ഭയങ്കര തലച്ചിട്ടിനും ഒക്കെ വരാറുണ്ട്. അതുകൊണ്ട് പകുതി ഭാഗം ഞാൻ കണ്ണടച്ചിരുന്നത്. അപ്പോഴാണ് വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാറ്. വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അടിക്കണം. ഓക്കെ, ടാറ്റ ബൈ.